ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവർക്കും ആർമി ഓഫ് ഗോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ നല്ല ശമരിയാക്കാരനായ യേശു നമ്മുടെ അടുക്കൽ കടന്നു വരികയാണ്. സ്തോത്രം. നല്ല ശമരിയാക്കാരനായ യേശു നമ്മുടെ തലമുറകളെ വിടുവിപ്പാൻ സർവശക്തനായ ദൈവം സ്തോത്രം നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ കയ്യിൽ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ കരത്തിൽ സ്തോത്രം കർത്താവ് വളർത്തുവാനായി തന്ന കുഞ്ഞുങ്ങളെ നല്ല ശമരിയാക്കാരനായ ക്രിസ്തുവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഒരു നിമിഷത്തെ ചിന്തയ്ക്ക് ആധാരമായെടുത്ത വിശുദ്ധ വേദഭാഗം ഹല്ലേലൂയ ലൂക്കോസ് 10:30 സ്തോത്രം. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്നും യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. ഹല്ലേലൂയ. സ്തോത്രം. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് ഹല്ലേലൂയ. ആ വചനം നാം താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സ്തോത്രം. കള്ളൻ്റെ കയ്യിൽ അകപ്പെട്ടാൽ അവനെ സ്തോത്രം അർത്ഥപ്രാണനായി അവൻ്റെ വസ്ത്രമെല്ലാം അഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി സ്തോത്രം വിട്ടേച്ചു പോയി എന്ന് പറയുന്നു. ഇന്ന് നാം സ്തോത്രം പല തലമുറകളെയും നോക്കുമ്പോൾ അർത്ഥപ്രാണനായി വസ്ത്രം നഷ്ടപ്പെട്ട് മുറിവേറ്റ് വഴിയിറമ്പിൽ അല്ലെങ്കിൽ വഴിയരികിൽ സ്തോത്രം എന്തു ചെയ്യണമെന്നറിയാതെ സ്തോത്രം അവർ അകപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. നാം ഹല്ലേലൂയ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. അവിടെ സ്തോത്രം ഹല്ലേലൂയ 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതലുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ സ്തോത്രം അവിടെ ഒരു നിലവിളിയുടെ ശബ്ദം ഹല്ലേലൂയ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. ആ എലീശ പ്രവാചകനോട് സ്തോത്രം തൻ്റെ ഭൃത്യനായ സ്തോത്രം ആ ഭൃത്യൻ്റെ ഭാര്യ നിലവിളിക്കുകയാണ്. യജമാനനെ സ്തോത്രം എൻ്റെ മക്കളെ കടക്കാർ പിടിച്ചു കൊണ്ടുപോയിരിക്കുന്നു അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോകുവാനായിട്ടിരിക്കുന്നു. കാരണം കടമാണ്. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം ഈ ലൂക്കോസ് എഴുതിയ അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കൂട്ടം സ്തോത്രം ഹല്ലേലൂയ തലമുറകളെ സ്തോത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയും. യെരുശലേമിൽ നിന്നും സ്തോത്രം യെരിഹോവിലേക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും സ്തോത്രം സമാധാനത്തിൽ നിന്നും ഹല്ലേലൂയ സന്തോഷത്തിൽ നിന്നും ഒക്കെയും അവർ പാപത്തിൻ്റെ വഴിയാകുന്ന യെരിഹോവിലേക്ക് കടന്നു വന്നു. അപ്പോൾ സ്തോത്രം യെരിഹോവിൽ കടന്നു വന്ന സമയത്ത് കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ടു. അവരുടെ സ്തോത്രം വസ്ത്രം നഷ്ടപ്പെട്ടു. വിശുദ്ധിയുടെ വസ്ത്രം നഷ്ടപ്പെട്ടു. സ്നേഹത്തിൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ടു. പ്രാർത്ഥനയുടെ വസ്ത്രം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അവർ വല്ലാതെ അർത്ഥപ്രാണനായി കിടക്കുകയാണ്. സ്തോത്രം. അവിടെ സ്തോത്രം രാജാക്കന്മാരെഴുതിയ പുസ്തകത്തിൽ സ്തോത്രം ആ ഹല്ലേലൂയ സഹോദരി നിലവിളിച്ചതുപോലെ സ്തോത്രം നിലവിളിക്കുക എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അത് ആ വിളിക്ക് സ്തോത്രം ഹല്ലേലൂയ രക്ഷപ്പെടുത്തിയേ പറ്റൂ. അല്ലെങ്കിൽ സ്തോത്രം നിലവിളിയിൽ അതിനൊരു സൗന്ദര്യമോ സ്തോത്രം ആ നിലവിളി എന്ന് പറയുമ്പോൾ സകലതും നഷ്ടപ്പെട്ട് ഹല്ലേലൂയ സകലതും ഹല്ലേലൂയ വേറിട്ട് പോകുന്ന ഒരു നിലവിളി. സ്തോത്രം. നാം വചനം വായിക്കുമ്പോൾ നൈൻ എന്ന പട്ടണത്തിൽ വിധവയായ ആ സ്ത്രീ സ്തോത്രം കരയുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. കരയുന്ന വേളയിൽ കരയുന്ന മനസ്സിനെ സ്തോത്രം ഹല്ലേലൂയ കണ്ണുനീരും മറികടന്നു പോകുന്നവനല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഈ നാളുകളിൽ സ്തോത്രം തലമുറകൾക്ക് വേണ്ടി കരയുവാൻ സ്തോത്രം നല്ല ശമരിയാക്കാരനായി യേശുവിൻ്റെ കരത്തിൽ സ്തോത്രം കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ ഹല്ലേലൂയ സ്തോത്രം അവിടെ നാം വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് സ്തോത്രം പുരോഹിതൻ വന്നു സ്തോത്രം ലേവ്യൻ വന്നു. അവരൊക്കെയും വന്നിട്ടും ആ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ സ്തോത്രം ആ മനുഷ്യനെ രക്ഷപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. നമ്മുടെ സ്തോത്രം ഹല്ലേലൂയ തലമുറകൾ ഓരോ കുടുംബങ്ങളിൽ നിന്നും സ്തോത്രം യെരുശലേമിൽ നിന്നും ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിങ്കൽ നിന്നും ഹല്ലേലൂയ അപ്പൻ്റെ അമ്മയുടെ സ്നേഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെയും അകന്ന് കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് വസ്ത്രം കീറി സ്തോത്രം നഗ്നരായി സ്തോത്രം ഹല്ലേലൂയ അവർക്ക് അവരിലുള്ള സ്നേഹം നഷ്ടപ്പെട്ട് അവരെ എന്ത് ചെയ്യണമെന്നറിയാതെ സ്തോത്രം ഹല്ലേലൂയ അങ്ങനെ
കിടക്കുകയാണ്. എന്നാൽ സ്തോത്രം നാം അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി സ്തോത്രം ചില വ്യക്തികളോട് ഉപദേശം ചോദിച്ചാൽ അവർക്ക് രക്ഷിക്കാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ സ്തോത്രം ഈ ഹല്ലേലൂയ പാപത്തിന് അടിമപ്പെട്ടുകൊണ്ട്, ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട്, മറ്റു സ്തോത്രം മ്ലേച്ഛമായ പ്രവൃത്തിയിൽ അടിപ്പെട്ടുകൊണ്ട് കിടക്കുന്ന കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാൻ ഒരു മെഡിസിൻ നാം ചെന്ന് മെഡിസിനിൽ അഭയം പ്രാപിച്ചാൽ അതിന് കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ അവരെക്കാൾ സ്തോത്രം ശമരിയാക്കാരൻ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ താഴ്ന്ന ജാതിയാണ് സ്തോത്രം. ഹല്ലേലൂയ ഏറ്റവും ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു സ്തോത്രം ഉയർന്ന സ്ഥാനത്തു നിന്നും സ്തോത്രം പിതാവായ ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള ഹല്ലേലൂയ സ്തോത്രം ആ മഹത്വത്തെ ഹല്ലേലൂയ ആ പദവിയെ വിട്ടിട്ട് സ്തോത്രം നമ്മെ രക്ഷിക്കുവാൻ, നമ്മുടെ തലമുറകളെ രക്ഷിക്കുവാൻ നല്ല ശമരിയാക്കാരനായ ക്രിസ്തു ഹല്ലേലൂയ ഭൂമിയിൽ താണിറങ്ങി. സ്തോത്രം ഇന്ന് രാത്രികാലം സ്തോത്രം ഈ ദൈവത്തെ ഹല്ലേലൂയ ഈ ശമരിയാക്കാരനായ യേശുവിൻ്റെ കരത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ അവിടെ വചനം പറയുന്നു സ്തോത്രം നല്ല ശമരിയാക്കാരൻ വന്ന് ഹല്ലേലൂയ ഈ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ ഈ മുറിവേറ്റ് കിടക്കുന്ന വ്യക്തിയെ സ്തോത്രം ഹല്ലേലൂയ ആ മുറിവെല്ലാം ആദ്യം ഒന്ന് കെട്ടി സ്തോത്രം ആ പാപത്തിൻ്റെ ചില ഹല്ലേലൂയ മേഖലകളെ മുറിഞ്ഞു കിടക്കുന്ന ചില മേഖലകളെ, മുറിഞ്ഞു കിടക്കുന്ന സ്നേഹത്തെ, മുറിഞ്ഞു കിടക്കുന്ന സന്തോഷത്തെ, മുറിഞ്ഞു കിടക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ബന്ധങ്ങളെ കർത്താവ് ഒന്ന് ചേർത്ത് കെട്ടും. ഹല്ലേലൂയ മുറിവെല്ലാം ഒന്ന് ഹല്ലേലൂയ അതൊന്ന് കെട്ടി ഹല്ലേലൂയ അവിടെ വചനം പറയുന്നു ഹല്ലേലൂയ സ്തോത്രം 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 ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ എണ്ണയും വീഞ്ഞും പകർന്നു എന്നവിടെ കാണിക്കുന്നു. ഹല്ലേലൂയ എണ്ണ സ്തോത്രം ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഹല്ലേലൂയ നേരോടെ നടക്കുവാൻ സ്തോത്രം നീതിയുടെയും ബോധത്തിൻ്റെയും ഒരു ആത്മാവ് ആ കുഞ്ഞുങ്ങളിൽ പകരുവാനായിട്ട് സ്തോത്രം ഹല്ലേലൂയ ദൈവം ഇടയാക്കും. വീഞ്ഞ് അത് സന്തോഷത്തെ കാണിക്കുന്നു. കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ പാപത്തിൽ ഹല്ലേലൂയ അകപ്പെട്ട് മുറിവേറ്റ് അർത്ഥപ്രാണയായി കിടക്കുന്ന കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ അവരെ നമുക്ക് സ്തോത്രം ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുമ്പോൾ സ്തോത്രം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം നല്ല ശമരിയാക്കാരനായ യേശു സ്തോത്രം കുഞ്ഞുങ്ങളെ അടുക്കലേക്ക് ഇറങ്ങി വരും. സ്തോത്രം ഏതവസ്ഥയിലാണോ തലമുറകളായിരിക്കുന്നത് ആ അവസ്ഥയിലേക്ക് ദൈവം അടുത്തു ചെന്നിട്ട് സ്തോത്രം മുറിവെല്ലാം വെച്ചുകെട്ടി സ്തോത്രം എണ്ണയും വീഞ്ഞും പകർന്ന് ഹല്ലേലൂയ എവിടെയാണോ കുഞ്ഞുങ്ങളെ കൊണ്ട് എത്തിക്കേണ്ടത് അവിടെ വചനം പറയുന്നു സ്തോത്രം തൻ്റെ വാഹനത്തിൽ കയറ്റി സ്തോത്രം ഹല്ലേലൂയ സത്രത്തിലെത്തിച്ചു എന്ന്. സ്തോത്രം ഹല്ലേലൂയ ദൈവിക പദ്ധതി പ്രകാരം കുഞ്ഞുങ്ങൾ എവിടെയാണോ എത്തേണ്ടത് അപ്രകാരമുള്ള പദ്ധതിയിലേക്ക് എത്തിക്കുവാൻ നല്ല ശമരിയാക്കാരനായ യേശു സ്തോത്രം കുഞ്ഞുങ്ങളുടെ അടുക്കലെത്തുവാൻ, നമ്മുടെ അടുക്കലെത്തുവാൻ നാം നിലവിളിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ അടിമത്തത്തിലേക്ക് പോയിരിക്കുകയാണ്. സ്തോത്രം ആ അടിമത്തത്തിൽ നിന്നും വിടുവിക്കണമെങ്കിൽ, ആ കള്ളന്മാരാൽ മുറിവേൽപ്പിച്ച് കള്ളന്മാരിൽ നിന്നും വിടുവിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. അതിന് നിരന്തരമായ പ്രാർത്ഥനകൾ സ്തോത്രം നിരന്തരമായ സമർപ്പണം സ്തോത്രം തലമുറകൾക്ക് വേണ്ടി നടത്തിയേ പറ്റൂ. ഹല്ലേലൂയ സ്തോത്രം ഈ വരുന്ന ദിവസങ്ങൾ, ഈ വരുന്ന നിമിഷങ്ങളിൽ സ്തോത്രം തലമുറകളെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തോടുകൂടി ക്രിസ്തുവിൻ്റെ നിർവാജ്യമായ സ്നേഹത്തിലേക്ക് എത്തിക്കപ്പെടുവാൻ, അല്ലെങ്കിൽ മുറിവുകളെ കെട്ടി സ്തോത്രം എണ്ണ പകർന്ന് വീഞ്ഞിനെയും പകർന്ന് സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് എത്തിക്കുവാൻ സ്തോത്രം നമുക്ക് കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കതിനായിട്ട് ഒരുങ്ങാം. സ്തോത്രം ഹല്ലേലൂയ ആ സ്തോത്രം പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ നിലവിളിച്ചതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊന്ന് നിലവിളിക്കാം. നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നമ്മുടെ തലമുറകൾ സ്തോത്രം മുറിവേൽക്കാതിരിക്കാൻ, സ്തോത്രം തലമുറകൾ വഴിയിറമ്പിൽ കിടക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം സർവശക്തനായ ദൈവം ഹല്ലേലൂയ വിടുതലുകളെ അയക്കുവാൻ സ്തോത്രം ശക്തനാണ്. കണ്ണുനീര് കണ്ട് മറികട
കീഴടക്കുന്നവനല്ല. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ സ്തോത്രം ദൈവകരത്തിൽ ഏൽപ്പിക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം സമയം വേർതിരിച്ചിരുന്നു സ്തോത്രം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. പ്രത്യാശയോടെ പ്രാർത്ഥിക്കണം. പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കണം. നല്ല തലമുറകളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നിത്യനും പരിശുദ്ധനും നീതിമാനുമായ കർത്താവെ, തലമുറകളെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. തലമുറകൾ ഹല്ലേലൂയ, അനേകം തലമുറകൾ സ്തോത്രം കർത്താവെ ഹല്ലേലൂയ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് സ്തോത്രം ഹല്ലേലൂയ പാപത്തിൻ്റെ സ്തോത്രം ഹല്ലേലൂയ മ്ലേച്ഛ പ്രവൃത്തിയാകുന്ന കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് ഹല്ലേലൂയ കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ആക്രമിക്കപ്പെട്ടുകൊണ്ട് കർത്താവ് വഴിയിറമ്പിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ സ്തോത്രം അവരുടെ വസ്ത്രം നഷ്ടപ്പെട്ട് ഹല്ലേലൂയ പ്പിക്കപ്പെട്ട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവരുടെ സന്തോഷം നഷ്ടപ്പെട്ട് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കുഞ്ഞുങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ സ്തോത്രം കർത്താവെ ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നല്ല ശമരിയാക്കാരനായ അങ്ങ് സ്തോത്രം കർത്താവെ കുഞ്ഞുങ്ങളെ ഒന്ന് ചെന്ന് കർത്താവെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കുഞ്ഞുങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കുഞ്ഞുങ്ങളുടെ മുറിവുകളെ കെട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ വീഞ്ഞു പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് വാഹനമേറ്റി സ്തോത്രം കർത്താവെ ദൈവിക പദ്ധതിയിലേക്ക് കുഞ്ഞുങ്ങളെ എത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഈ നാളുകളിൽ സ്തോത്രം അപ്പോൾ ഒരു കൂട്ടം യൗവനക്കാര് ഹല്ലേലൂയ ദൈവിക പദ്ധതിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവെ ഒരുക്കിയെടുക്കുവാൻ ഒരു കൂട്ടം അമ്മമാരിടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ, ഒരു കൂട്ടം അപ്പന്മാരിടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ, സഹോദരങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് ഒരുക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു അപ്പാ കർത്താവെ. അന്ത്യനാളിലെ ദൈവത്തിൻ്റെ ഹല്ലേലൂയ നിത്യ സുവിശേഷം വെളിപ്പെടുവാൻ തക്കവണ്ണം തലമുറകളെ എടുത്തുപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ സ്തോത്രം ചെയ്യുന്നപ്പ കുടുംബങ്ങൾക്ക് പ്രയോജനമായി വാത്സല്യമുള്ള കുഞ്ഞുങ്ങളായി സ്തോത്രപ്പ അനുസരണയുള്ള കുഞ്ഞുങ്ങളായി യഹോവ ഭക്തിയുള്ള കുഞ്ഞുങ്ങളായി ഉന്നതമായ നിലവാരങ്ങളിൽ എത്തപ്പെടുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ സർവശക്തനായ ദൈവം കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ ദൈവിക അഭിഷേകത്തെ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അങ്ങനെ ചെയ്യുന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. സകലതൊപ്പൻ്റെ കരത്തിൽ തരുമ്പോൾ കൃപയോട് കേൾക്കണം പരിശുദ്ധനായ പിതാവേ. ആമേൻ ആമേൻ. വരുന്ന നാളുകളിൽ സർവശക്തനായ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യും. സ്തോത്രം ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്ന അമ്മമാര് സ്തോത്രം ഹല്ലേലൂയ ഈ നാളുകളിൽ നല്ല ശമരിയാക്കാരനായ കർത്താവ് സ്തോത്രം യഥാസ്ഥാനപ്പെടുത്തുവാൻ പോകുന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രത്യാശയോടെ ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ദൈവകരത്തിൽ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കാം, കുടുംബങ്ങളെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.